കാണ് സെലിനാമെ കാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ചൊവ്വാഴ്ച നമ്മുടെ മാളപ്പള്ളിപ്പുറം പള്ളിയിൽ പോകണ്ടാന്ന് തോന്നിച്ചു. ഞങ്ങളുടെ അവിടെ നൊവേനയൊക്കെ ഉണ്ട്. അപ്പം അന്ന് മുമ്പ് ഒരു ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കൂടി ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ്. അപ്പം അന്ന് പിന്നീട് അടുപ്പിച്ച് പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും അന്ന് പുണ്യാളോട് പറഞ്ഞ കുറേ കാര്യങ്ങളിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നൊന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ പോവാണ്. വീടും കൊച്ചൊന്നും മൈൻഡിലാട്ടോ, അവനെ എനിട്ടുള്ളൂ. ഭയങ്കര വാശിയിലുമാണ്, ഇവിടെ ആരും ഇല്ലാനും. അപ്പം ഞാനങ്ങനെ മാളപ്പള്ളിപ്പുറം അന്തോണിസ് പുണ്യാളുടെ പള്ളിയിലേക്ക്, എൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലേക്ക്. എൻ്റെ പള്ളിയിലെ പേര് അന്തോണി എന്ന് തന്നെയുണ്ട്. ആൻ്റണി എന്നാണ് വീട്ടുകാരുടെ പേര്. നിന്റെ പള്ളിയിലെ പേരെന്തുട്ടാ? മിൽഡ്രഡ്. അതെ, അതും ആൻ്റണിയാണ്. അതാക്കുന്നത് കുഞ്ഞി ആൻ്റണി. ഞാൻ പോട്ടെ. അപ്പം അങ്ങനെ നമ്മളിത് പള്ളിയിൽ എത്തിയിട്ടോ. അവിടെയായിട്ടാണ് കുമ്പസാരിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ ആദ്യം കുമ്പസാരിക്കണം. അപ്പം അങ്ങനെ നൊവേനയും കഴിഞ്ഞു, നേർച്ച ഭക്ഷണവും കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടപ്പോഴേക്കും ആമസോണിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു സാധനം. അപ്പോൾ ഈ സാധനം കാണിക്കുന്നേക്കുമ്പോൾ ഞാൻ ഈ സാധനം കാണിക്കാം. ഇത് കണ്ട, ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇത് നമ്മുടെ ക്യാമറേനെ, ഈ DJയുടെ ആക്ഷൻ ക്യാമറേനെ നമ്മുടെ കഴുത്തിലിടാനുള്ളത്. അതായത് സ്കൂട്ടറുമ്പോൾ പോകുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ക്യാമറ നമുക്ക് മേത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സാധനമാണ് ഇത്. കണ്ടോ, ഇപ്പോൾ ക്യാമറ ഇങ്ങനെ കിടന്നോളൂ. എനിക്ക് കോഴിക്കോട്ടിലൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെ ആശ്രയം വേണ്ട. എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും, ക്യാമറ കൂടി ഉണ്ടാവും. അടുക്കളയിൽ പോകുമ്പോഴായാലും ഇതിങ്ങനെ ഇട്ടിട്ട് പോകാം. ഈ സാധനം എന്താണെന്ന് ഞാൻ ഈ ക്യാമറ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വന്ന സാധനം എന്ന് പറയുന്നത്. ഇതും സെയിം നമ്മുടെ ഈ ക്യാമറയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് കേട്ടോ. ഞാൻ സൈക്കിൾ ഓട്ടാൻ പോകുമ്പോഴും അല്ലെങ്കിൽ സ്കൂട്ടറുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ഷോൾഡറിലിടാൻ പറ്റിയ ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമ്മേ നമ്മളിത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ക്യാമറേനെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷോൾഡറുമ്മ കിടക്കും. അപ്പോൾ അതാണ് ഈ ഐറ്റം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഈ ക്യാമറയിലായിരിക്കും കൂടുതൽ വ്യൂസൊക്കെ നിങ്ങൾ കാണാം. ഇച്ചിരി ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടാവും, എന്നാലും മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. സംഭവം കൊള്ളാം അല്ലേ? വഴിക്കൂടെ ഇങ്ങനെയൊക്കെ ഇട്ട് ബൈക്ക് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തിട്ട് സംഭവം കൊള്ളാം. അപ്പോൾ ഇനി മിഡു ആൻറ്റിയുടെ അടുത്തേക്ക് പോട്ടെ. എവിടെ പോയി മിഡു? ഹലോ. അപ്പോൾ ഇനി ഭക്ഷണം ഞാനവിടെ ഓൾറെഡി നേർച്ച ഭക്ഷണം കഴിച്ചെങ്കിലും മിഡുവിടെ സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇച്ചിരി നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ, അതല്ല അതിൻ്റെ ഒരു മാന്യത. അപ്പം അതിന് വേണ്ടി വന്നേക്കാണ്. ഇവിടെ ചോറ്, ഒരിച്ചിരി ചോറും, ചമ്മന്തി, ഭീകരമായ ചമ്മന്തിയാണല്ലോ ഇന്നത്തെ. അന്ന് നമ്മൾ ഫസ്റ്റ് മേടിച്ച് ഇയർബഡ് ഇപ്പോൾ വീഡിയോ കൊണ്ടാണ് കൊണ്ടുവരണം. അവിടെയൊക്കെ കൊണ്ടിട്ടേക്കണം അങ്ങനെ. അതേപോലെ നോക്കിയാൽ വെള്ളത്തിലൊക്കെ കിടക്കണേ. പക്ഷെ എന്നിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ചമ്മന്തി, സാമ്പാർ. ഇതിൻ്റെ വ്യൂ ഒക്കെ എങ്ങനെ വന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഈ സംഭവം കഴുത്തി തൂക്കിയിട്ടേക്കാണ്. ഇത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സാമ്പാറിൽ, വേറൊരു കഷ്ണമില്ലേ. അവിടെ നേർച്ച ചോറിൻ്റെ കൂടെ സാമ്പാറും അച്ചാറും പപ്പടമായിരുന്നു കേട്ടോ. ചോറ് കുത്തിരി ചോറല്ലായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. ഞാനും ഇവിടെ വന്നിരുന്നാണ് ഇനി ചോറുണ്ണാൻ പോകുന്നത്. എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ചോറുണ്ണൽ കേട്ടോ. ആ ഇടയ്ക്ക് മീൻസ് കൊച്ചുകൂടി ഉള്ളൂ. ഇപ്പം ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രൊജക്ടറിൻ്റെ വീഡിയോ കുറേ പേര് അവിടെയൊക്കെ ആയിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, പല സ്ഥലത്തായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതെ, യമ്മി ആണോ? സൂപ്പർ. സാമ്പാറിനേക്കാളും ഇഷ്ടമായത് ചമ്മന്തിയാണ്. സാമ്പാറും ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂല്ലോ.
എന്നിട്ട് ഇത് കുമ്പളങ്ങിയായിരുന്നോ? അപ്പോൾ സാമ്പാറല്ലേ, ഇത് വേറെ എന്തെങ്കിലും സാധനമാണോ? കൊള്ളാം, അടിപൊളിയുണ്ടോ? ചോറ് വേണോ? ഇതൊന്ന് തീർന്നിട്ട് മതിയോ? ഞാനിതിനെ വേഗം തിന്ന് തീർക്കട്ടെ. ഉണക്കമുളക്, പുളി, ഉള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഞാൻ എപ്പോഴൊന്നും ഇങ്ങനെ പാത്രമൊന്നും കഴുകിക്കാറില്ല, മിടു തന്നെ കഴുകാറ്. ഇതിപ്പോൾ ഇത്രയും പാത്രമോടെ കഴുകി വെച്ചേക്കണം, ഞാനത് കഴുകി വെച്ചോളൂ. മിടുവിന് ചോറ് അങ്ങനെ പറയരുത് മിടു, ഞാൻ നിനക്കായിട്ട് എടുത്തിട്ട് വന്നല്ലേ. അല്ല പിന്നെ വേറൊരു പാത്രത്തിലേക്ക് പറഞ്ഞേ. ചേട്ടൻ കഴുകി വേറൊരു പാത്രത്തിലൊക്കെ എനിക്ക് പിന്നെ സൂപ്പറായിട്ട് വേറെ തരുന്നു മതി എന്ന് പറയില്ല. വീട് ഇപ്പോൾ ഭയങ്കര ഫാഷനൊക്കെ ആയി മാറിയേക്കാണ്. ചെവിട്ടിൽ ഇയർബഡൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും നടക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞോളൂ, ഈ സാധനം ഇവിടെ അടുക്കളയിൽ കൊണ്ടിട്ടേക്കാണെന്ന് കണ്ടോ. ശൂന്യമായിട്ട് നടക്കണേക്കാളും ഇപ്പൊ നമ്മൾ ഒരെണ്ണീൻ്റെ ഉള്ളിലുണ്ടാവും എപ്പോഴും, ഒരെണ്ണം വയ്ക്കുള്ളൂ. അല്ല കുക്ക് ചെയ്യുമ്പോ പബ്ലിക്കിൽ നമ്മളൊരു വീഡിയോ വയ്ക്കണേക്കാളും ഞാൻ മാത്രമായിട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു വേഗം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഇത് കാണുന്ന ആൾക്കാർ മിക്കവാറും പറയും വെള്ളം സാമ്പാർ ഇതിൽ വെള്ളമാണെന്ന്. ആയിക്കോട്ടെ, ഞാൻ അല്ലാതൊന്നും പറഞ്ഞില്ല. വെള്ളമാണെങ്കിൽ എന്താ സൂപ്പറാണ്, മസാലയ്ക്ക് രസല്ലേ. യെസ്, അടിപൊളിയായിരുന്നു. പക്ഷെ പള്ളിയിൽ നിന്ന് നേർച്ചയ്ക്ക് എന്ന സാമ്പാറുണ്ടല്ലോ, നേർച്ച ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളമല്ല, നല്ല കുറുമയുള്ള ഇത് ചാറ്. പപ്പടം ഞാൻ മേടിച്ചില്ല. ഒരു ഉപ്പ് കുറവില്ല. എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഒരു ഉപ്പ് കുറവുണ്ടായിരുന്നില്ല. സൂപ്പർ സാമ്പാറായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇല്ലടി കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയാണ്. ചമ്മന്തിയുടെ ടേസ്റ്റ് സാമ്പാറിനൂടെ വന്നപ്പോഴാണ് തോന്നുന്നു. ഇനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇക്കോൺ മീഡിയയുടെ 2 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എരുമയുടെ വീഡിയോയും ഒരു ഡോഗിൻ്റെ വീഡിയോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇന്നലെ പോകേണ്ടതായിരുന്നു, ഇന്നലെ എഡിറ്റ് ചെയ്ത് തീർന്നില്ല. അപ്പോൾ ഇന്നത് എഡിറ്റ് തീർത്ത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്, നമ്മുടെ കോഴികളുടെയും ഡോഗ്സിൻ്റെ ഒക്കെ അടുത്തേക്ക്. ഈ വ്യൂ എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഇനി കുറച്ച് ദിവസം ഇങ്ങനെയും വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഇത്രയും നേരം നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം സ്റ്റീവും മിഡും ഒക്കെ കൂടി ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറക്കം മര്യാദയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ദൈവം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇനി കോഴിക്കൂട്ടിലേക്കൊക്കെ പോകാൻ പോകണം. അതിന് മുമ്പേ വേറെ സാധനം കാണിച്ചു തരാം. ഇത് യാർഡ്ലിയുടെ സ്പ്രേ ഉണ്ടോ എന്നേ പറയാനുള്ളൂ. ഞാൻ ഇത് കുറച്ച് ദിവസം ഇവിടെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ പള്ളിയിൽ പോയായിരുന്നു. നോർമലി നിവിയ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കമ്പനി എന്നിട്ടടി ഞാൻ അടിക്കാറുള്ളത് നിവിയ അല്ലാണ്ട് വേറൊരു സാധനം കൂടി ഇല്ലേ, ശരി പേര് മറന്നുപോയി. പാർക്കവിനി. ഇത് രണ്ടും മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഇത് ബോഡി സ്പ്രേ അല്ല. അപ്പം ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് എടുത്ത് അടിച്ചിട്ടാണ് പോയത്. ഇത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുമോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് കണ്ട ഈ സാധനം ഇങ്ങനെയൊക്കെയാണ് കുപ്പിയൊക്കെ ഉള്ളത്. ഇതാരെയും മേടിക്കുകയുണ്ടെങ്കിൽ
അഡ്വാൻസ് ആയിട്ട് പറയാണ്, പൊട്ട സ്മെല്ല് എന്ന് പറഞ്ഞാൽ പൊട്ട സ്മെല്ല്. ഞാനത് അടിച്ച് പള്ളിയിൽ പോയിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ പോയിട്ട് മണം കേട്ടിട്ട് ഒരു ഭയങ്കര ഒരു ലോക്കൽ മണമായിട്ട് ഫീൽ ചെയ്തു. നോർമലി ആട്ട്ലീടൊക്കെ മണം എന്ന് പറയുന്നത് നല്ല മണമാവാറുണ്ട്, പക്ഷേ ഈ മണം എനിക്ക് ഇഷ്ടമായില്ല. ഇനിയിപ്പോൾ വല്ലവർക്കും ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടോ അറിയില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി നിങ്ങളോട്. യാഡ്ലിയുടെ പൗഡറും അല്ലെങ്കിൽ യാഡ്ലിയുടെ വേറെ സ്പ്രേ ഒക്കെ ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല സ്മെല്ലായിരുന്നു. പക്ഷെ ഇതെന്താണ് ഇനി കുറച്ച് ദിവസം ഇരുന്നിട്ടാണോ എന്തോ പറ്റിയെന്ന് അറിയില്ല, എന്തോ ഒരു മുഷിഞ്ഞ മണം സ്പ്രേക്ക്. ഗ്രേസ് സ്കൂളിൽ വിട്ട് വന്നു, സ്റ്റീവ് അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെ ഓടലും ചാടലും കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അമ്മേ, അയ്യോ ചാലില്ല. അതെ, കൂട്ടക്കരച്ചിലാണ് ചേച്ചി നേരത്തേക്ക്. അപ്പോൾ മിഴിയുടെ ബക്കറ്റിൽ വേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വേസ്റ്റ്. മാറുമ്പോൾ മാറും ഞാൻ പോയിട്ട് വേപ്പിൽ കൊടുത്തൊന്ന് പൊടിച്ചൂടാ. പൊടിച്ച ചെടികളെല്ലാം പുറത്തിറക്കി വെച്ചേക്കാണ്. ഇന്നലെ വൈകുന്നേരം ഇറക്കി വെച്ചതാ. അപ്പോൾ ഇന്നിപ്പോൾ മറ്റേ നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു വെള്ളപ്പാറ്റ ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഇറക്കി വെച്ച്, ഇന്നലെ വൈകുന്നേരമാണ് ഇന്ന് രാവിലെയാണോ? ഇന്ന് രാവിലെ ഇറക്കി വെച്ച് എല്ലാത്തിനും മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് വെച്ചേക്കാണ്. നാളെ ഇനി ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുള്ളൂ. ഇന്നത്തെയും നാളെ രാവിലത്തെയും കൂടി വെയിലൊന്ന് കൊള്ളട്ടെ. ഇവിടെ കണ്ടോ, ഇതന്ന് നമ്മൾ മേലൂരിൽ നിന്ന് മേടിച്ചതാണ്. മേലൂരിൽ നിന്ന് വെച്ച് ബൊഗൈൻവില്ലാണ് 2 കളറുള്ളത്. അത് വീണ്ടും പൂവിട്ട് തുടങ്ങി. ആരൊക്കെ എന്നോട് പറഞ്ഞു ബൊഗൈൻവില്ലയ്ക്ക് വെള്ളം ഒഴിക്കരുത്, ഉണങ്ങി തുറങ്ങുമ്പോൾ വെള്ളം ഒഴിക്കാമെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതിന് ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ച് തുടങ്ങിയപ്പോൾ ഇത് പൂവിട്ടു. ഇതും അങ്ങനെ തന്നെ, ഇതും അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് നിൽക്കായിരുന്നു. അതും ഇതേ വെള്ളം ഒഴിച്ചപ്പോൾ പൂവിട്ടു. ഇത് റൂബി റെഡ് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് ഇരുന്നിട്ട് എല്ലാവരും പൂവൊക്കെ കൊഴിഞ്ഞൊക്കെ പോയിരുന്നു. ഇപ്പോൾ ഇത് ഓക്കെ ആയി വരുന്നുണ്ട്. എന്താടി? ഓക്കെ, ബൈ. പതുക്കനെ പറയണേ, പാലൊരു പാക്കറ്റ്. ഓക്കെ, മുട്ടയും കൊണ്ടുവരുന്നു. മുട്ടക്കൊട്ട വേണ്ട, പക്ഷെ ഒരു കവർ എന്തെങ്കിലും തന്നെങ്കിൽ കൊണ്ടുവരാനായിട്ട്. പൊട്ടിപ്പോവും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും. 2-3 ദിവസത്തെ മുട്ട പറക്കാനുണ്ട്. മുട്ട പറക്കി അവിടെ വെച്ചിട്ടുണ്ട്, കൊണ്ടുവരണം. വൈക്കോല് സാധനം ഞാൻ കോഴി മുട്ടയിടാൻ വെച്ച് കൊടുത്തു. എന്തെങ്കിലും എന്താ നല്ല നോക്കട്ടെ. അപ്പോൾ പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി.
ഉള്ളി കയറി പോ. മാറ്. ഇവിടെയാണ് നമ്മുടെ മുട്ടകളൊക്കെ ഉള്ളത്. വേണ്ട, ഇന്നത്തെ മുട്ടയാണിത്. ബാക്കി മുട്ടയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തീറ്റ തീർന്നു. നാളെ ഞാനായിട്ട് കൊണ്ടുവരണം. ഈ ചാക്കും കൂടി ഉള്ളൂ. ചാക്കല്ല, ഇത്രയും കൂടി ഉള്ളൂ. പോ. ഒരുത്തി പുറത്തുണ്ട്, കണ്ടോ? അവളിപ്പോൾ ഏതി കൂടെ ചാടണേന്ന് അറിയില്ല. ഞാനിപ്പോഴും തീറ്റ പുറത്ത് തന്നെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. അകത്ത് ഇപ്പോൾ കൊടുക്കാറില്ല തീറ്റ. എല്ലാ തീറ്റയും പുറത്ത്. എല്ലാവരും പറഞ്ഞ പോലെ ചെറിയൊരു വേസ്റ്റിംഗ് ഒക്കെ സംഭവിക്കും. എന്നാലും കോഴികളുടെ ലൈഫിന് അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളിലല്ലെങ്കിൽ നമ്മൾ അത്രയും പാത്രങ്ങൾ നിരത്തി വയ്ക്കണം. ഇവർ ഭയങ്കര അങ്ങോട്ടും കൊത്തലും പിടിക്കലൊക്കെയാണ്. ഇതായ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് തിന്നോളും. തരാം, ബാ. റെഡി? കൊടുക്കട്ടെ, ഇത്തിരി ഓടി കണ്ടുവരാം. ഇത് കുറച്ച് പൂവന്മാരെ ഞാൻ മാറ്റിയിട്ടേക്കെന്താ, ഇവർ ഭയങ്കര തീറ്റയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ന് പൊടി പറന്നോണാണ്. കണ്ടോ? ഈ വലിയ പീസുകളൊക്കെ ഇവർ എങ്ങനെയൊക്കെ കൊത്തി പറക്കിയെടുത്ത് തിന്നുന്നുണ്ട്. ഈ പൊടിയാവുന്നത് ഇവർക്ക് തിന്നാൻ പറ്റില്ല എങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. നമ്മൾ പാത്രത്തിലിട്ട് കൊടുത്തിട്ടും ഇവർ വലിയ തീറ്റയൊന്നും തിന്നല്ല. അത് ലാസ്റ്റ് അതിൽ തന്നെ കിടക്കുക ചെയ്യാറ്. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ തന്നെ ഇട്ട് കൊടുത്തു. അവർക്കുള്ള തീറ്റ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. വെള്ളം മാറ്റണം. ഇനിയാണ് നമ്മുടെ വാത്തകൾക്കുള്ള സ്പെഷ്യൽ തീറ്റ. ഇത് വാത്തകൾക്കാണ് കേട്ടോ. ഇവിടെ മുട്ടയിട്ട് വെച്ചേക്കണ നോക്കിയേ. 1, 2, 3 അവിടെയൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ദേ അവിടെയൊക്കെ ഉണ്ട്.
എന്നിട്ട് പറക്കാം. വാടാ നിൽക്കണ് വാ അതും തേടി വന്നേക്കെന്താണ് ആൾക്കാർ. മുമ്പ് ഞാൻ ഫസ്റ്റ് കോഴിനോടത്ത് ഇവിടെ മുകളിൽ വലയൊന്നും ഇട്ടുണ്ടായില്ല. അന്നിങ്ങനെ മുട്ട പറക്കാണ്ടൊക്കെ പോയി പിറ്റേ ദിവസം വരുമ്പോൾ ഒരു മുട്ട പോലും ഉണ്ടാവില്ല. ഒക്കെ കാക്കൊന്നും എടുത്തിട്ടു. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. പോ ഓൺലി ഫോർ വാത്ത. അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കോഴികൾ അധികം തിന്നില്ല. കോഴികൾക്ക് അവിടെ പുറത്തിട്ട് കൊടുത്തുല്ലോ. ഇത് പറ്റങ്ങൾക്ക് തിന്നാൻ വേണ്ടി മാത്രം. ഇത് വാത്തകൾക്ക് നീരാടാനുള്ള വെള്ളം ഉണ്ടോ? തൽക്കാലമുള്ളൊരു ടെമ്പററി സെറ്റപ്പ്. വാത്തകൾക്ക് അവിടെ എവിടെയാണ് ടാങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. പക്ഷേ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നടക്കണമല്ലേ. കുറേ ദിവസം അതിൻ്റെ പിന്നാലെ നടക്കണം. ഇനി നമുക്ക് മുട്ട കുറക്കാം. അങ്ങനത്തെ ഇടകളിലൊക്കെ പോയി ഇടാറുണ്ട്. ഇവർക്ക് മുട്ടപ്പെട്ടിയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത പിന്നെ അതിലൊന്നും ഇടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു തക്കാളി മറ്റേ ഫ്രൂട്ട്സിൻ്റെ ഒരു പെട്ടി ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എമർജൻസി മുട്ടക്കാർ ഇതിൻ്റെ ഉള്ളിൽ വന്നിങ്ങനെ ഇടുക ചെയ്യുക. നമ്മൾ ഇത്ര നാൾ നോക്കി വളർത്തിയിട്ട് ഇപ്പോൾ ഇവരുടെ ഈ മുട്ട കിട്ടുമ്പോൾ ഞാൻ മുമ്പ് ഒരു റീലിട്ടുണ്ടായിരുന്നു. എന്തൊരു സന്തോഷം അറിയോ അത്. ബാക്കിയുള്ള മുട്ട ഞാനിവിടെ ബക്കറ്റിലാക്കി വെച്ചേക്കാം. ഇങ്ങോട്ടും ഇതിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകും. നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ല, ഇത് തുടക്കം മാത്രം. അപ്പോൾ ആ കൂടി 5-10 കോഴി മുട്ട ഇടണുള്ളൂ. ബാക്കി ഇട്ട് തുടങ്ങണം. അതിപ്പോൾ കടയിൽ കൊടുക്കാനുള്ള വലുപ്പത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടയിൽ നമ്മൾ മേടിക്കണേ. ഇപ്പോഴും ഞാൻ കോഴിനെ വളർത്തുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കോഴിമുട്ട കൊടുക്കാറില്ല. എല്ലാ മുട്ടയും വിരിയിപ്പിക്കാനെടുക്കും. ഇപ്രാവശ്യം നമ്മൾ വിരിയിപ്പിക്കണമെന്നില്ല. പൂവന്മാരെല്ലാം ഒഴിവാക്കണാനോ എല്ലാ മുട്ടയും ഇപ്പോൾ ആദ്യത്തെ മുട്ട വീട്ടിലേക്ക് എടുക്കാം. അടുത്ത മുട്ട തുടങ്ങി കടകളിലേക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചേക്കണം. പക്ഷേ ഈ സൈസ് കറക്റ്റ് വരാണ്ടേ നമ്മൾ കടകളിലേക്ക് കൊടുത്താൽ അവർ പറയും ചെറിയ മുട്ടയാണെന്ന് പറയും. മുട്ടയുടെ വലിപ്പം കൂട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇത് ആ കൊടുത്ത പോലെ തീറ്റ കൊടുക്കും, പുല്ല് കൊടുക്കും. അങ്ങനെ ഇന്നത്തെ മുട്ട പറക്കൽ കഴിഞ്ഞു. ഇവരെങ്ങനെയാണ് ആ വട്ടകയിലേക്ക് കയറുന്നതെന്ന് വെച്ചാൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി കുളിച്ചോളും. ഇവിടെ താഴത്തെ പറമ്പിലേക്കുള്ള സ്പ്രിങ്ക്ലർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഴകളും എല്ലാം. ആഹാ അയ്യോ,
ഇത് പേരയ്ക്കാമത്തെ പേരയ്ക്ക വലുതായി. ഇപ്രാവശ്യം പേരയ്ക്കാമ കവർ ഇട്ടില്ലായിരുന്നു, കിട്ടുന്നില്ല, പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇത്ര മരിയായി. ഒരെണ്ണം എന്തായാലും ഇന്ന് പൊട്ടിച്ച് കൊണ്ടുപോവാം. ഒരെണ്ണം അവിടെ നിൽക്കട്ടെ. കാരണം ഇതിപ്പോൾ നമുക്ക് തിന്നാൻ പാകത്തിനായുണ്ട് കേട്ടോ. ഇനി ഇത് വലുതാവും. ഇത് ഇത്തിരി കൂടി ഇത്ര വലിപ്പമൊക്കെ വരെ വരും കേട്ടോ. പക്ഷെ അതുവരെ നിർത്തിയാലേ ചിലപ്പോൾ കിളികളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ കൊണ്ടുപോകും. അപ്പോൾ ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം ഭാഗ്യം പോലെ നിൽക്കട്ടെ. ഇവിടെ അത് വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. നമ്മുടെ വിയറ്റ്നാം എയർലി ഇവിടെ നിൽപ്പുണ്ട്. ചക്ക, ആദ്യത്തെ ചക്ക ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. ആദ്യത്തെ ചക്കയാണ് ഇതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്ലാവ് ചെരിഞ്ഞു പോയി, ഒക്കെ കൂടി കൊഴിഞ്ഞു പോയി. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ദയവായിട്ട് തരട്ടെ. നമ്മുടെ ആദ്യത്തെ ചക്കയാണ് ഇതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്ലാവ് ചെരിഞ്ഞു പോയി, ഒക്കെ കൂടി കൊഴിഞ്ഞു പോയി. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ദയവായിട്ട് തരട്ടെ. ഇവിടെ കഴിഞ്ഞ മാസം ഒന്ന് പുല്ലൊക്കെ വെട്ടി ക്ലീനാക്കി ഞാൻ പോയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇനി ഇതൊക്കെ വീണ്ടും പുല്ലേത്തി ഇവർക്കൊക്കെ ചെറുതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം. രസമാണ് സംഭവം ശരിക്കും. പക്ഷെ സമയം വേണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇനി മുട്ടയും പേരയ്ക്കൊക്കെ കൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. മുകളിൽ വെച്ചേക്കണ ചെടികൾ നനയ്ക്കാനായിട്ട് വിട്ടുപോയി. ഇവരെ നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇതൊക്കെ കരിഞ്ഞു. എന്താ അവിടത്തേനും വെള്ളം ഒഴിക്കണം. ഈ ബൊഗൈൻവില്ല മോഡിൽ വെച്ചതിന് ശേഷം വീണ്ടും പൂവൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇപ്പോഴും അങ്ങനെ വാടി പോലെ നിൽക്കണം. ഇതെന്താവെന്ന് അറിയില്ല. ഇവരൊക്കെ നന്നായി വരുന്നുണ്ട്. വെയിലൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ദോശമാവ്, പൊറോട്ട. എന്നാലും അവിടെ കയറിയപ്പോൾ പൊറോട്ടയുടെ മണോ, പിന്നെ ഇതിൽ പൊറോട്ട ആയിക്കോട്ടെ വെച്ചു. അപ്പം ഇനി മുട്ട നമ്മുടെ സെലീനാമയ്ക്ക് കാണിച്ചു കൊടുക്കാം. കാണ് സെലീനാമ, കാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി. എത്ര മുട്ടയുണ്ടാവും ഇത്? 10-30 ഉണ്ടാവില്ലേ? മുപ്പോണൊന്നുമല്ല, ഇത് 2-3 ദിവസത്തെ, ഒറ്റ ദിവസത്തെയല്ല, 3-4 ദിവസം കൊണ്ടുണ്ട്. 4 ദിവസത്തെയാണ് തോന്നുന്നു. ആയിക്കോട്ടെ, എന്നാലും ഇട്ട് തുടങ്ങിയല്ലോ. തീറ്റ നല്ലോണം ഉണ്ടെങ്കിൽ വേഗം ഇടും. അതെന്നും മുടങ്ങാണ്ട് ഇടും. എന്നും മുടങ്ങാണ്ടൊന്നും ഇടില്ല. 10-12 മുട്ട ഇടുമായിരിക്കും മാക്സിമം. അതേ നിൽക്കുമായിരിക്കും. ഹാപ്പി പൊരുന്തിക്കണമൊന്നുമില്ല ഇപ്രാവശ്യം. നോ പൊരുന്തിക്കുക, കുഴപ്പമില്ല. അമ്മ പറഞ്ഞ് പൊരുന്തിക്കാം. ഞാൻ പറഞ്ഞ പ്രാവശ്യം പൊരുന്തിക്കലില്ല. പിന്നെ ഒന്ന് ചൂടാക്കിയ തണുത്ത സാമ്പാർ വെച്ച് കഴിക്കാനാക്കില്ല രസം. എന്നെ കൊണ്ടുപോകാം തൽക്കാലം. ഗ്രേസ് വാടി. ഗ്രേസ് പോവാ, സ്റ്റീവിനെ വിളിക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. വേണ്ടാന്നാണ് ബൈ എന്നുള്ള പറയാൻ വന്നവൻ. അപ്പോൾ ബൈ ബൈ ടാ. ബൈ ബൈ.